പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +2 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. 2ാം വർഷ ഹയർ സെക്കൻഡറി ഫിസിക്സിന്റെ എല്ലാ ചാപ്റ്ററുകളും നമുക്കിന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. അതിലൂടെ വളരെ സന്തോഷകരമായും ആഹ്ലാദകരമായും ആത്മവിശ്വാസത്തോടെ നമുക്ക് 2ാം വർഷത്തെ ഫിസിക്സ് പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. എന്റെ പേര് ശ്രീജു. ഞാൻ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപികയാണ്. പേര് രാജലക്ഷ്മി എം. ഫിസിക്സിന്റെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ നമുക്കറിയാം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നതാണ്. ഈ ചാപ്റ്ററിൽ നിന്നും നമ്മളൊരു 8 മുതൽ 9 മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അധ്യായത്തില് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമുക്കറിയാവുന്ന ഒരു പ്രീവിയസ് നോളജ് ഉണ്ട്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ലൈക്ക് ചാർജസ് റിപ്പൽ, വെറാസ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഇത് കൂടാതെ ചാർജുകളുടെ മറ്റു പ്രോപ്പർട്ടീസ്, അഡീഷണൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതായത് ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരു ബേസിക് ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾ ആയിട്ടാണ് പറയുന്നത്. Q = NE. E ആണ് ബേസിക് ചാർജ്, ദാറ്റ് ഈസ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ബോഡിക്ക് പോസിബിൾ ആകുന്ന ഏറ്റവും മിനിമം ചാർജ് എന്ന് പറയുന്നത് E ആണ്, ദാറ്റ് ഈസ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഓർ എ പ്രോട്ടോൺ. അതിന്റെ വാല്യൂം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. 1.6 × 10⁻⁹ കൂളോംബ് ആണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജായി രണ്ടാമത് നമ്മൾ കണ്ടിട്ടുള്ളത് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് നമ്മൾ പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് അതിലെ വിവിധ ചാർജുകളുടെ സം ആയിരിക്കും എന്നതാണ്. ഉദാഹരണമായി ഒരു ആറ്റം നമ്മൾ ന്യൂട്രൽ ആണ് എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ചാർജ് ആഡ് ചെയ്യുമ്പോൾ 0 വരുന്നത് കൊണ്ടാണ്. അടുത്ത പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. അതായത് നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും കൺസർവ് ചെയ്യപ്പെടും. ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് റിമൈൻസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മുടെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ നിങ്ങൾക്കറിയാം, നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ, വസ്തുക്കളെ റബ്ബ് ചെയ്യുമ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാർജ് പോകുന്നുണ്ട്. അതൊരിക്കലും ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിന് എഗൻസ്റ്റ് അല്ല. രണ്ട് ബോഡിയെയും ചേർത്തുകൊണ്ട് നമ്മൾ അതിനെ ഒരു സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റബ്ബിങ്ങിന് മുമ്പ് രണ്ടിന്റെയും നെറ്റ് ചാർജ് 0 തന്നെയാണ്. റബ്ബ് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ നിന്നും ഇലക്ട്രോൺ മറ്റേ ബോഡിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മൾ ടോട്ടൽ ചാർജ് നോക്കിക്കഴിഞ്ഞാലും ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം റിമൈൻസ് 0 ഇറ്റ്സെൽഫ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഏറ്റവും ബേസിക് ആയ ഒരു ലോ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, കൂളോംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും നന്നായി ഓർത്തു വയ്ക്കണം. The force of interaction between 2 point electric charges is proportional to the product of magnitudes of the charges and it is inversely proportional to square of the distance between them. Mathematically നമ്മൾ ഇതിനെ F proportional to Q1 Q2 divided by R² എന്ന് എഴുതും. ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് നമുക്കൊരു ഈക്വൽ സൈൻ കൊടുക്കാം. So we get F equals 1/4πε0 Q1 Q2 divided by R². ഇവിടെ ഈ ε0 എന്നതൊരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ε0 ഇസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി നമ്മൾ ഈ ചാർജസിനെ ഒരു മീഡിയത്തിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോഴ്സിന്റെ വാല്യൂ F = 1/4πε0 εr × Q1 Q2 divided by R² എന്ന് മാറും. ഇവിടെ εr എന്നത് ഈ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോബ്ലവും കൂടെ നോക്കി വെക്കണം. അടുത്ത നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇലക്ട്രിക് ഇന്റൻസിറ്റി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ഇപ്പൊ അതിൽ ഒന്നാമത്തെ ക്വാണ്ടിറ്റിയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് സ്ട്രെങ്ത് ഓർ സിംപ്ലി കോൾഡ് ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ്, ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് at any point the intensity is given by the force experienced by a unit positive test charge placed at that point. It is given by the equation
E equal to F by Q, and it is a vector quantity having unit Newton per Coulomb or volt per meter. Then in the case of positive charges, the electric field is away from the charge, and in the case of negative charge, it is towards the charge. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെക്ടറാണ് എന്ന് അസ്യൂം ചെയ്യാം. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ കാൽക്കുലേഷനിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നമുക്ക് ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കുളൂംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ ഓർത്തു വയ്ക്കണം. E ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R² എന്നാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. Then the next point is electric field lines. ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇതിൽ കൂടെ സാധ്യമാകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ അത് എയ്തർ സ്ട്രെയിറ്റ് ഓർ കർവ് ആകാം, such that the tangent at any point gives the direction of electric field. That is, electric field is an imaginary curve or a straight line such that the tangent at any point gives the direction of magnetic field at that point. Electric field line is an imaginary curve, either straight or curved, such that the tangent at any point gives the direction of electric field at that point. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് ആ പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചാൽ മാത്രം മതി. ആ ടാൻജന്റ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഇമാജിനറി ലൈൻസ് ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആവാം, ഇത് കർവ് ആവാം. ഇതിന്റെ ടാൻജന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരും. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്താൽ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന വെക്ടറിന് ഒന്നിലധികം ഡയറക്ഷൻസ് കിട്ടും. അത് ഫിസിക്കലി മീനിംഗ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇന്റർസെക്ട്. Then there is sketching of electric field lines between two like charges, like positive charges, like negative charges, isolated point charges. This positive charge and negative charge. Then there is, in the case of a dipole, that is one positive charge and the other is negative charge. ആ ഡയഗ്രാംസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മനസ്സിലാക്കി വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മേജർ കോൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഒരു ഗിവൺ ഏരിയയിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്നതിന്റെ ഒരു മെഷറാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ലെറ്റ്സ് കൺസിഡർ ആൻ ഏരിയ ഡെൽറ്റ എസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ. സോ ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദാറ്റ് ഏരിയ ഈസ് മെഷേർഡ് ആസ് phi ഈക്വൽസ് ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ എന്ന് എഴുതാം, where theta is the angle between vector E and vector delta S. ഈ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് എന്ന് ഓർക്കുക. Then the next point is electric dipole. It is a pair of equal and opposite point charges separated by a small vector distance. ഈ ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജിനെയും ചാർജിന്റെ സെപ്പറേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഈ ചാർജ് സെപ്പറേഷനും ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിന്റെയും കൂടി പ്രോഡക്റ്റ് വളരെ ഫിസിക്കലി സിഗ്നിഫിക്കന്റ് ആയ ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റിക്ക് നമ്മൾ പറയുന്ന പേര് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്നാണ്. സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P ഈക്വൽസ് 2a ഇൻറ്റു Q. ഇവിടെ ചാർജിനിടയിലുള്ള സെപ്പറേഷനെയാണ് നമ്മൾ 2a എന്നെടുത്തിരിക്കുന്നത്. റിമെമ്പർ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ and that vector is directed from the negative charge of the dipole to the positive charge along the dipole axis. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് കൂളോമീറ്റർ ആണ് എന്നതും ഓർക്കുക. Next point, what happens when a dipole is placed in a uniform electric field?
You know, when a charge is placed in an electric field, the force acting on it is QE, charge into electric field. So the positive charge, dipole, is an arrangement of equal and opposite charges. So the positive charge experiences a force in the direction of electric field, whereas the negative charge experiences a force opposite to the electric field. So the net force on the system is 0, but it experiences a torque. Here, the two forces are equal in magnitude, but their lines of action are different. So it constitutes a couple whose measurable property torque, tau, is given by P cross E. That is, magnitude of torque is PE sin theta. That is, in a uniform electric field, a dipole experiences 0 force, but a torque given by P cross E. അവിടെ ഓർക്കണം, ഈ ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് പി സൈൻ തീറ്റയാണ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നതാണ്. ഇഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ്, തീറ്റ വിൽ ബിക്കം 90 ആൻഡ് ടോർക്ക് വിൽ ബി എ മാക്സിമം, ആൻഡ് ദാറ്റ് മാക്സിമം ടോർക്ക് ഈസ് പി. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡിന് പാരലായി വന്നാലോ? അപ്പോൾ തീറ്റ 0 ആയി മാറും. തീറ്റ 0 ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ടോർക്കും 0 ആയി മാറും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ഫോഴ്സ് 0 ആയി മാറുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മളൊരു ഡൈപോൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു നെറ്റ് ഫോഴ്സും ഉണ്ടാവും, ടോർക്കും ഉണ്ടാകും. ഫോഴ്സ് ആ കേസിൽ 0 ആയി മാറില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഫലമായി ഒരു ആക്സിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഡൈപോളിന്റെ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ കാൽക്കുലേഷനാണ്, അത് ഡെറിവേഷനാണ്. അത് ചെയ്ത് പഠിക്കണം. ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൈനലി വരുന്ന ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു 1/4πε0 2p/r³ p cap for an ideal dipole. ഈ ഇക്വേഷനിൽ നമുക്ക് കാണാം വെക്ടർ ഇയും വെക്ടർ പിയും സെയിം ഡയറക്ഷനിലാണ്. ഇനി ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പോയിന്റിലേക്ക് പോയാൽ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ഇക്വറ്റോറിയൽ പോയിന്റ് ഈസ് E ഈക്വൽസ് -1/4πε0 ഇൻറ്റു p/r³ ഇൻറ്റു p cap. ഇവിടെ ഈ നെഗറ്റീവ് സൈനിന്റെ മീനിങ് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്നാണ്. അപ്പോൾ അത് ഓർത്തുവയ്ക്കുക, ഒരു ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും ഒരേ ഡയറക്ഷനിലും, ഇക്വറ്റോറിയൽ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. രണ്ടാമത് ഒന്നുകൂടി ഇവിടെ ഓർക്കേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന റിലേഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായി ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു ഇമാജിനറി ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് is equal to 1/ε0 times the net charge enclosed by the surface. Mathematically, it can be written as phi equal to q/ε0. ഈ ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദ സർഫസ് മസ്റ്റ് ബി ക്ലോസ്ഡ്. രണ്ടാമത്തേത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് മാത്രമായിരിക്കും എന്നതും ഓർക്കണം. ആ ഇക്വേഷൻ കൂടി ഓർത്തു വയ്ക്കുക. ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ ε0. ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം ആണ്. അതിലെ 3 ആപ്ലിക്കേഷനാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. 3ഉം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒന്നാമത്തെ കേസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഒരു യൂണിഫോംലി ചാർജ്ഡ് വയറിന് ചുറ്റും നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ഗോസിയൻ സർഫസിന്റെ ഷേപ്പ് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഗോസസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ E ഈക്വൽ ടു 1/2πε0 λ/r n cap, where lambda is the linear charge density of the wire, that is charge per unit length. N cap gives the direction of electric field
That is, if lambda is positive, E is pointing outwards, and if lambda is negative, E is pointing inwards. ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തേത് കോൺസ്റ്റന്റ് 1/2πε0 എന്നാണ്. സാധാരണ നമ്മൾ കോൺസ്റ്റന്റ് എഴുതുന്ന രീതിയിൽ 1/4πε0 എന്ന് വിചാരിക്കരുത്. 1/2πε0 ആണ് അവിടെ. രണ്ടാമതൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇന്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നേ ഉള്ളൂ. ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്നാണ്, ആർ സ്ക്വയർ എന്നോ ആർ ക്യൂബ് എന്നോ അല്ല. ആ വ്യത്യാസം കൂടി ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഇവിടെ ഇൻഫിനിറ്റ് സൈസ് ഉള്ള വളരെ തിന്നായ ഒരു ചാർജ്ഡ് ഷീറ്റാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. ഈ ചാർജ്ഡ് ഷീറ്റിന്റെ യൂണിറ്റ് ഏരിയയിൽ സിഗ്മ ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക. ദാറ്റ് സിഗ്മ ഈസ് കോൾഡ് ദ സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ്. ഇതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് E ഈക്വൽസ് σ/2ε0 ഇൻറ്റു n ക്യാപ് എന്നായിരിക്കും. ഇവിടെ ഓർക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ് എന്നതാണ്. അടുത്തതായി ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. അതായത് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലിനെ നമ്മൾ ചാർജ് ചെയ്തേക്കാണ് വിത്ത് എ ചാർജ് Q. And it has a surface charge density sigma equal to Q/4π capital R square. Then there are 3 points in this case. For a point outside the shell, the electric field is given by E equal to 1/4πε0 Q/r square. R cap. R cap gives the direction. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ചാർജ് ചെയ്ത സ്പെറിക്കൽ ഷെല്ലിന് അതിന്റെ ബിഹേവിയർ അതിന്റെ എൻറ്റയർ ചാർജും അതിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലെയാണ്. ചാർജ് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എന്ന കാര്യം മറക്കരുത്. അങ്ങനെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നെങ്കിലും ചാർജ് സ്ഫിയറിന്റെ ബിഹേവിയർ അതിന്റെ ടോട്ടൽ ചാർജ് സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലെയാണ് എന്നോർക്കുക. ഇനി നമ്മൾ സർഫസിലേക്ക് വന്നാൽ സർഫസിൽ ഇന്റൻസിറ്റി മാക്സിമം ആയി മാറും. And that intensity is E equals 1/4πε0 into Q/r square. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ കാണുന്ന R സ്പിയറിന്റെ റേഡിയസ് ആണ് എന്ന കാര്യം ഓർക്കണം. ഇനി നമ്മൾ സ്പിയറിന്റെ ഒരു ഇന്റീരിയർ പോയിന്റ് ഇമാജിൻ ചെയ്താൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോഷിയൻ സർഫസ് ഒരു ചാർജും അവിടെ ഇൻക്ലൂസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ ഈസ് 0. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായി ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഒരു 5 മുതൽ 7 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ എന്ന ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇതിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ in bringing a unit positive test charge from infinity to that point. That is, potential is given by work done by charge. Its unit is joule per coulomb, simply called volt, and it is a scalar quantity. അപ്പോൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സൗകര്യം അതാണ്, ഡയറക്ഷൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു പോയിന്റ് ചാർജ് ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനാണ്. അത് കാൽക്കുലസ് മെത്തേഡിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ V ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q/r. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടും ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങളൊന്ന് പരിശീലിക്കണം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ് പറയുന്ന കേസിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഡൈപോളിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേഷനിൽ 2 കേസ് ആയിട്ടാണ് ചെയ്യുന്നത്, ആക്സിയൽ പോയിന്റ്, ഇക്വറ്റോറിയൽ പോയിന്റ്. ഇവിടെ പക്ഷേ നമ്മൾ ഒറ്റ ഒരു ജനറൽ കേസ് ആയിട്ടാണ് ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ കാണുന്നത്. And the equation is V equal to 1/4πε0 P dot R cap by R square, or V equal to 1/4πε0 P cos theta by R square.
Here, when theta equal to 0 or on 80 degree, V equal to plus or minus 1 by 4 pi epsilon 0 p by r square. That is the case of axial points. When theta equal to 90 degree means it is an equatorial point, the potential V equal to 0 since cos 90 is 0. ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇക്വിപൊട്ടൻഷ്യൽ, എ സർഫസ് വിത്ത് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ. ഒരേ പൊട്ടൻഷ്യലിലുള്ള പോയിന്റ്സിന്റെ ലോക്കസിനെ പറയുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്ന്. ഈ എല്ലാ പോയിന്റ്സും ഒരേ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ രണ്ട് പോയിന്റ്സിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം നോ വർക്ക് ഈസ് റിക്വയർഡ് to move a charge along an equipotential surface. Next point, potential energy of a system of two charges. It is the work done in assembling the system of charges. It's given by potential due to one charge into the other charge. Let two charges Q1 and Q2 are separated by a distance r. Then the potential energy is given by U equal to 1 by 4 pi epsilon 0 Q1 Q2 by R. ഇവിടെ നോട്ട് ചെയ്യേണ്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചാർജിന്റെ സൈനും കൂടെ അക്കൗണ്ട് ചെയ്ത് വേണം ചെയ്യാൻ. കാരണം അതിലൊരു നെഗറ്റീവ് ചാർജ്, ഒന്നൊരു പോസിറ്റീവ് ചാർജും ഒന്നൊരു നെഗറ്റീവ് ചാർജുമാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ഒരു ഡൈപോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ യു ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. അടുത്ത ടോപ്പിക് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. നമ്മൾ ഒരു കണ്ടക്ടറിനെ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് അതിലുണ്ടാകുന്ന പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് Q പ്രൊപ്പോർഷണൽ ടു V ഓർ Q ഈക്വൽ ടു CV, that C equal to Q by V is called the capacitance of that conductor. Its unit is coulomb per volt called farad and it is a scalar quantity. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് കപ്പാസിറ്റർ ആണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതില് രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ടാവും. ഈ പ്ലേറ്റ്സിനെ ഒരു ഡൈഇലക്ട്രിക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കും. ഇതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. C ഈക്വൽസ് എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D. ഇവിടെ A എന്നത് പ്ലേറ്റിന്റെ ഏരിയയും D രണ്ട് പ്ലേറ്റ്സിനും ഇടയിലുള്ള സെപ്പറേഷനുമാണ്. ഈ രണ്ട് പ്ലേറ്റ്സിനും ഇടയിൽ നമ്മൾ എപ്സിലോൺ R ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള ഒരു ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. And capacitance is given by C equal to epsilon 0 epsilon R A divided by D. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കപ്പാസിറ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് ഓർ പൊട്ടൻഷ്യൽ. ചാർജ് ടു പൊട്ടൻഷ്യൽ എന്ന റേഷ്യോ ആണ് കപ്പാസിറ്റൻസ്. പക്ഷെ അതൊരു കോൺസ്റ്റന്റ് ആണ്. ചാർജിനെയോ പൊട്ടൻഷ്യലിനെയോ അത് ഡിപ്പെൻഡ് ചെയ്യാറില്ല. ആൻഡ് ഇൻ ദിസ് ഇക്വേഷൻ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ ആൻഡ് പ്ലേറ്റ് സെപ്പറേഷൻ. അപ്പൊ കപ്പാസിറ്ററിന്റെ ജിയോമെട്രിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അതിന്റെ കപ്പാസിറ്റൻസ്. അടുത്തതായിട്ട് കപ്പാസിറ്റേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. കപ്പാസിറ്റേഴ്സ് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം, സീരീസ് ആൻഡ് പാരലൽ. സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിനകത്ത് ഇഫ് യു യൂസ് 3 കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കോമ്പിനേഷൻ, ദ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് ഡിഫറെന്റ്. The effective capacitance is given by 1 by C equal to 1 by C1 plus 1 by C2 plus 1 by C3. ആ കേസിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി കപ്പാസിറ്റേഴ്സിനെ മറ്റൊരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതിനെ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയും. രണ്ട് കോമൺ പോയിന്റ്സിനിടയിൽ കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യുമ്പോഴാണ് അത് പാരലായി എന്ന് നമ്മൾ പറയുക. ഒരു പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത ഈ എല്ലാ കപ്പാസിറ്റേഴ്സിനും അക്രോസ് ആയി ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും എന്നതാണ്. ജനറലി ഓരോ കപ്പാസിറ്ററിലും ഡിഫറന്റ് എമൗണ്ട് ഓഫ് ചാർജ് ആയിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുക. ആൻഡ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഗിവൺ ബൈ C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. ഈ കേസിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനേക്കാളും കൂടുതലായിരിക്കുകയും ചെയ്യും.
ഈ രണ്ട് ഇക്വേഷൻസും ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നന്നായി പഠിക്കണം. അടുത്തതായി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ E equal to half CV square. It can be written as Q square by 2C or half QV. ഈ മൂന്ന് ഇക്വേഷൻസും പഠിച്ചു വയ്ക്കുക. പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് ഈ ഹാഫ് സി വി സ്ക്വയറോ അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ ബൈ 2C അല്ലെങ്കിൽ ഹാഫ് ക്യൂ വി ഇതിൽ സ്യൂട്ടബിൾ ആയ ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കണം. ഈ കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും ആ രണ്ട് പ്ലേറ്റ്സിനും ഇടയിലുള്ള സ്പേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി, ആൻഡ് എനർജി ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, എനർജി ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്നതാണ്. അടുത്തതായി നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി. ഇതിൽ നമുക്കൊരു 9 മാർക്കോളം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ആദ്യം പറയുന്ന പോയിന്റ് തന്നെ കറണ്ട് ആണ്. കറണ്ട് ഇസ് ദ റേറ്റ് ഓഫ് ചാർജ് ആണ്. I equal to Q/T. Its unit is ampere, coulomb per second, which is simply called ampere, and it is a scalar quantity. അവിടെ നമുക്കൊരു സംശയം തോന്നാവുന്നതാണ്. ഇലക്ട്രിക് കറണ്ടിനെ എല്ലായ്പ്പോഴും നമ്മൾ ഡയറക്ഷൻ പറയാറുണ്ട്. കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഫ്രം പോസിറ്റീവ് ചാർജ്. Conventional direction of current is from the positive terminal to the negative terminal of the battery. അങ്ങനെയാണെങ്കിലും നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ ഒരു സ്കെയിലർ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇത് വെക്ടേഴ്സിന്റെ ലോസ് ഒബേ ചെയ്യില്ല എന്നതാണ് അതിന്റെ റീസൺ. അടുത്തതായി ഓംസ് ലോ. യു ആർ ഫെമിലിയർ വിത്ത് ദ ലോ. ഇറ്റ് ഈസ് ഗിവൺ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V equal to current into resistance. V equal to IR. And if we plot V against I, the graph is a straight line starting from origin. ഒരു വയറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിലേറ്റവും ആദ്യത്തേത് അതിന്റെ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. റെസിസ്റ്റൻസ് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്തമെറ്റിക്കലി ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. R equals rho into L divided by A. ഈ റോ എന്നത് ആ മെറ്റീരിയലിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്നാണ് പറയാറ്. അതിന്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ദെൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതായത് നമ്മളൊരു കണ്ടക്ടറിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിന് വിധേയമാക്കുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുന്നു. സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദാറ്റ് കണ്ടക്ടർ. Then the electron will drift from one end of the conductor to the other end. This velocity, that is the average velocity with which an electron is moving in a conductor when it is subjected to an electric field, is called drift velocity. And it is given by the equation V equal to minus E tau by m. Small e is the charge of electron, capital E the electric field, tau the relaxation time, and m the mass of the electron. നമ്മൾ കപ്പാസിറ്റേഴ്സിനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റേഴ്സിനെയും സീരീസ് ആയും പാരലായും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇക്വേഷൻസ് ഓർക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഉണ്ട്. ഇഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R equal to R1 plus R2 plus R3 എന്നും, if resistors are connected in parallel, the effective resistance is given by 1 by R equals 1 by R1 plus 1 by R2 plus 1 by R3 എന്നുമാണ് ഇക്വേഷൻസ് വരുന്നത്. കപ്പാസിറ്ററിൽ നിന്നുള്ള ഡിഫറൻസ് നന്നായി ഓർത്തുവയ്ക്കുക. അടുത്തതായി ക്രിച്ചോസ് ലോസ് ആണ്. ക്രിച്ചോസ് ലോസ്, ലൂപ്പ് റൂൾ ആൻഡ് മെഷ് റൂൾ. അക്കോർഡിംഗ് ടു ക്രിച്ചോസ് ലോസ് ആണ് അടുത്തതായിട്ടുള്ള പോയിന്റ്. രണ്ട് ലോസ് ഉണ്ട്. ഒന്ന് ജംഗ്ഷൻ റൂൾ, രണ്ടാമത്തത് ലൂപ്പ് റൂൾ. ഇൻ ജംഗ്ഷൻ റൂൾ, സിഗ്മ I equal to 0. That is algebraic sum of currents meeting at a junction is 0. According to mesh rule, the total EMF of a mesh is equal to 0. ഇതിന്റെ ഒരു ആപ്ലിക്കേഷനായി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ്. നമുക്കറിയാം വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്നത് 4 റെസിസ്റ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. ഈ വീസ്റ്റൺസ് ബ്രിഡ്ജിൽ നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 ആകുമ്പോൾ നമുക്ക് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് പറയാൻ പറ്റും.
ആ ബാലൻസിങ് കണ്ടീഷൻ കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കണം. R1/R2 ഈക്വൽസ് R3/R4. ഇതിനെ R1 ഇൻറ്റു R4 ഈക്വൽസ് R2 ഇൻറ്റു R3 എന്ന ഫോമിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അടുത്തതായി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ്. അപ്പാരറ്റസിന്റെ ഡയഗ്രാം, കണക്ഷൻ ഡയഗ്രാം നന്നായി പഠിച്ചു വെക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് unknown resistance R can be found out using the equation SL/100 minus L. S is a known resistance and L is the balancing length of the meter bridge wire. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ. The potential difference developed across a wire is proportional to its length എന്നതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. പൊട്ടൻഷ്യോമീറ്ററിന്റെ 2 ഉപയോഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഒന്ന്, 2 സെല്ലുകളുടെ EMFന്റെ കമ്പാരിസൺ. അതിനുവേണ്ടി ഒരു കണക്ഷൻ ഡയഗ്രാം ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ആ കണക്ഷൻ ഡയഗ്രാം നന്നായി വരച്ചു പഠിക്കണം. അതിനോടൊപ്പം E1/E2 ഈക്വൽസ് L1/L2 എന്ന ഇക്വേഷനും കൂടി ഓർക്കുക. ഇതുപോലെ തന്നെ ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനും നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. അതിനുവേണ്ടിയും പൊട്ടൻഷ്യോമീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നത് കണക്ഷൻ ഡയഗ്രാം നന്നായി വരച്ചു പഠിക്കണം. അതിനോടൊപ്പം ഇക്വേഷൻ കൂടി ഓർത്തു വയ്ക്കുക. ഇന്റേണൽ റെസിസ്റ്റൻസ് r ഈക്വൽസ് R ഇൻറ്റു L1/L2 മൈനസ് 1. ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും അത്യാവശ്യമായി പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ വളരെ നന്നായി പഠിച്ചു വയ്ക്കുക. അടുത്ത അധ്യായം മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതിൽ ആദ്യം അറിയേണ്ട കോൺസെപ്റ്റ് ലോറൻസ് ഫോഴ്സ്. It is when a charge enters in an electric field, you know it experiences a force QE. Then when the charge enters a combined electric magnetic field with a velocity v, the total force acting on it is given by QE plus QV cross B. The total force is called Lorentz force. The force QV cross B is called magnetic Lorentz force. B is the magnetic field and V is the velocity of the particle. Then what is meant by magnetic field? Magnetic field F equal to QVB sin theta. Lorentz force in the equation QV cross B. From this the magnitude of the force is given by QVB sin theta. If theta is 90 degree, the force is maximum given by F equal to QVB. From this B, magnetic field B equal to F by QV. Its unit is Tesla. Larger unit, so we commonly use a smaller unit like Gauss. And 1 Gauss equal to 10 raised to minus 4 Tesla. ഈ ചാപ്റ്ററിൽ അടുത്തതായി നമ്മൾ അറിയേണ്ടത് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന പാർട്ടാണ്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്താൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. That force is given by the equation F equals IL cross B. ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് F equal to BIL sin theta എന്ന ഫോമിലും എഴുതാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലറായി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സഞ്ചരിക്കുന്ന പാത ഒരു സർക്കുലാർ പാതയായിരിക്കും, ഒരു വൃത്തപാതയിലൂടെ ആയിരിക്കും അത് സഞ്ചരിക്കുന്നത്. അതേസമയം ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ദ പാർട്ടിക്കിൾ വിൽ follow a helical path. The particle will follow a helical path. Then another important point in this case is cyclotron. There is an instrument cyclotron. It is a particle accelerator. നമ്മൾ കണങ്ങളെ, അതായത് ചാർജുള്ള കണങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സൈക്ലോട്രോൺ. സൈക്ലോട്രോണിനകത്ത് 2 മെറ്റാലിക് ചേംബേഴ്സ് ഉണ്ട്. ഇതിന്റെ ചേംബേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ചേംബേഴ്സിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ ഒരു അയോൺ സോഴ്സിന്റെ ഒരു പ്രൊവിഷൻ കാണും. ആ സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചാർജ് ദീസ് ആർ എക്സ്റ്റേണലി കണക്റ്റഡ് ടു എ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാർജിനെ ഒരു സർക്കുലർ പാത്തിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. അതേസമയം ഡീസിനിടയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യും. ഇതിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സൈക്ലോട്രോൺ ഫ്രീക്വൻസി, അതായത് QB/2πm എന്ന ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്ന ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിക്ക് തുല്യമായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതൊരു റെസൊണന്റ് ആക്സിലറേറ്റർ ആയിട്ട് നിലനിൽക്കത്തുള്ളൂ.
ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ അറിയേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലമെന്റ് എന്ന പാർട്ടാണ്. ബിയോട്ട് സാവേർട്ട്സ് ലോ ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് തരുന്നത്. ഈ ലോ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലമെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഇൻ ദ എലമെന്റ്, ദ ലെങ്ത് ഓഫ് ദ എലമെന്റ്, and is inversely proportional to square of the distance between the point and the element. ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി dB proportional to IDL cross R divided by R cube എന്ന ഫോമിൽ എഴുതാം. dB equal to mu 0 by 4 pi IDL sin theta by R square. Then mu 0 is the permeability of free space, which is equal to 4 pi into 10 raised to minus 7 Tesla meter per ampere. Then what are the difference between electric field and magnetic field? Electric field is produced by a scalar source charge, whereas magnetic field is produced by a vector source called current carrying element. Then there is no angle dependence in electric field, but in Biot-Savart law, that is in the case of magnetic field, there is an angle dependence. ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലാർ കറന്റ് ലൂപ്പ്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സർക്കുലാർ ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നന്നായി പഠിച്ചു വയ്ക്കുക. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ B ഈക്വൽ ടു mu 0 I R സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into R സ്ക്വയർ പ്ലസ് X സ്ക്വയർ റൈസ് ടു 3/2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷനാണ്. ഇതില് സർക്കിളിന്റെ സെന്റർ മുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ആക്സിയൽ ഡിസ്റ്റൻസ് ആണ് എക്സ്. ഈ എക്സ് എന്ന ഡിസ്റ്റൻസ് 0 ആക്കുകയാണെങ്കിൽ നമുക്ക് സർക്കിളിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് B ഈക്വൽ ടു mu 0 I ഡിവൈഡഡ് ബൈ 2R. Next point is ambient circuit law. It's very important. That is, the line integral of magnetic field over a closed loop is equal to mu 0 times the current enclosed by it. You must denote that equation integral B dot dl equal to mu 0 I. ഇത് ഉപയോഗിച്ചുകൊണ്ട് 3 ആപ്ലിക്കേഷൻസ് നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. അത് ഒന്ന് നോക്കി വെക്കുക. ഒന്ന്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്. സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ കേസിൽ ഒരു സർക്കുലർ ആംപീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. In that case, the magnetic field is given by B equal to mu 0 I by 2 pi R, where R is the distance between the current carrying conductor and the point. Then the second one, solenoid. In that case, we consider a rectangular Amberian loop and the magnetic field is given by mu 0 Ni, and this magnetic field lies inside the axis of the solenoid only. Outside points, the magnetic field is 0. And in the case of toroid also, the magnetic field lies inside the toroid, and it is also given by B equal to mu 0 Ni. In the case of solenoid, the magnetic field B equal to mu 0 Ni, N equal to capital N by L, where capital N is the total number of turns and L is the total length of the solenoid. And in the case of toroid, B equal to mu 0 Ni, in that case N, small n equal to capital N by 2 pi R. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. അതിന്റെ തിയറി ടോർക്ക് ഓൺ എ റെക്ടാങ്കുലർ കറന്റ് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നതാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്ലെയിനിൽ നമ്മളൊരു റെക്ടാങ്കുലർ കോയിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് ടോ ഈക്വൽ ടു NIAB സൈൻ തീറ്റ ആയിരിക്കും. ഇതാണ് ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. ഈ ഇക്വേഷന്റെ ഡെറിവേഷനും ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽസും നന്നായി ഒന്ന് ചെയ്തു നോക്കുക. ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ നമുക്കൊരു അമ്മീറ്ററായും ഒരു വോൾട്ട് മീറ്ററായിട്ടും കൺവേർട്ട് ചെയ്യാനും കഴിയും. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായി മാറ്റുന്നതിന് അതിനോട് പാരലായിട്ട് ഷണ്ട് എന്നറിയപ്പെടുന്ന ഒരു സ്മാൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്ററായി മാറുന്നതിന് ഒരു ഹൈ റെസിസ്റ്റൻസ് ഗാൽവനോമീറ്ററിനോടുകൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇതിന് രണ്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസും കൂടെ നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം.
ഒരു 5 മുതൽ 7 വരെ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററുമായി ഒരുപാട് സാദൃശ്യമുണ്ട് ഇതിന്. അതിന് വളരെ എളുപ്പത്തിൽ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനും കഴിയും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് വളരെ സിമിലറായി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഇത് തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് നിങ്ങൾ ഓർക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യാൻ കഴിയും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് അത് കഴിയില്ല. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ മറ്റ് സ്വഭാവ സവിശേഷതകൾ കൂടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പഠിച്ചു വെക്കണം. അടുത്തതായി ഗോസസ് ലൈൻ മാഗ്നറ്റിസം. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോ ഫെമിലിയർ ആണ്. ദാറ്റ് ഈസ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/epsilon 0 into Q. That is flux phi equal to 1/epsilon 0 into Q. But in magnetism, the total magnetic flux through a closed surface is 0. That is B dot ds, integral B dot ds equal to 0. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് പോൾ എപ്പോഴും ഡൈപോൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പുതിയതായി പഠിച്ച ഒരു പാർട്ടാണ് എർത്ത് മാഗ്നറ്റിസം. എർത്തിനെ നമുക്കൊരു ബാർ മാഗ്നറ്റ് പോലെ അസ്യൂം ചെയ്യാം. ആ ബാർ മാഗ്നറ്റിന് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. എർത്തിന്റെ ജോഗ്രഫിക് നോർത്തിനടുത്ത് വരുന്ന മാഗ്നറ്റിക് പോളിനെ നമുക്ക് മാഗ്നറ്റിക് നോർത്ത് പോൾ എന്നും, എർത്തിന്റെ ജോഗ്രഫിക് സൗത്ത് പോളിനടുത്ത് വരുന്ന മാഗ്നറ്റിക് പോളിനെ മാഗ്നറ്റിക് സൗത്ത് പോൾ എന്നും പറയാം. എർത്തിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ക്വാണ്ടിറ്റീസിനെ നമ്മൾ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയാറുണ്ട്. മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഡെക്ലിനേഷൻ, ഡിപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് 3ഉം ടെക്സ്റ്റിൽ നോക്കി നന്നായി പഠിച്ചു വെക്കുക. ഡെക്ലിനേഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജിയോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ഓഫ് എ പ്ലേസ്. ഡിപ്പ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ എർത്ത്സ് ടോട്ടൽ ഫീൽഡ് at the horizontal of a place, and the horizontal intensity of Earth's field is the horizontal component of Earth's magnetic field at a place. Then there is some equations. ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ദെൻ മാഗ്നറ്റിസത്തിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. വസ്തുക്കളെ നമുക്ക് മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയ, പാര, ഫെറോ. അവയുടെ എക്സാമ്പിളുകളും അതുപോലെ അവയുടെ പ്രോപ്പർട്ടീസ് ഇവയെല്ലാം ടെക്സ്റ്റ് നോക്കി വായിച്ചു വെക്കുക. ദെൻ ദർ ഈസ് അനദർ പോയിന്റ്, മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്. നമ്മളൊരു സ്പെസിമനെ മാഗ്നറ്റൈസേഷന് വിധേയമാക്കുമ്പോൾ നമുക്കറിയാം, സോളിനോയിഡിനകത്ത് നമ്മളൊരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ എയർകോട്ട് സോളിനോയിഡിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ μ0 Ni, that is equal to μ0 H equal to Ni, that is called the magnetic intensity. H is called magnetic intensity. Then when we place a material inside the solenoid, it gets some induced dipole moment, and that induced dipole moment per unit volume is called magnetization. And the magnetization is directly proportional to magnetic intensity H, M proportional to H, and that constant of proportionality is called the susceptibility chi. Then if we draw a graph connecting H and B, that is the total magnetic field and magnetic intensity, there is a graph given in your textbook, and that loop is called BH loop. There is some points in that. നിങ്ങൾ ആ ഗ്രാഫ് പഠിക്കുമ്പോൾ അതിനകത്ത് 1-2 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിട്ടന്റിവിറ്റി, അതുപോലെ കൊയേഴ്സിവിറ്റി, ഏരിയ ഓഫ് BH ലൂപ്പ്. റിട്ടന്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിമനകത്ത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി 0 ആയാൽ പോലും അതിനകത്ത് റീറ്റെയിൻ ചെയ്യുന്ന മാഗ്നറ്റിസത്തിനെയാണ് റിട്ടന്റിവിറ്റി അല്ലെങ്കിൽ റെമനൻസ്. കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീൽഡ് യൂസ്ഡ് ടു എലിമിനേറ്റ് ദ എക്സിസ്റ്റിംഗ് ഫീൽഡ് ആണ്. ദെൻ BH ലൂപ്പിന്റെ ഏരിയ എത്രയാണോ അത്രയും എനർജി നമുക്ക് ഓരോ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷനിൽ നഷ്ടപ്പെടുന്നുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 5 മുതൽ 7 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫാരഡേ ചെയ്ത ഒത്തിരി എക്സ്പെരിമെന്റ്സ് നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ കണ്ടിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റ്സിനെ ബേസ് ചെയ്ത് ഫാരഡേ ഒരു ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ലോയെ നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. ആൻഡ് അക്കോർഡിംഗ് ടു ദ ലോ E ഈക്വൽ ടു -d∅/dt. ഈ മൈനസ് സൈൻ കാണിക്കുന്നത്
ഇൻഡ്യൂസ്ഡ് EMF എല്ലായ്പ്പോഴും അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യും എന്നാണ്. And if there are n turns in the coil, the EMF epsilon is equal to minus n into d phi by dt. Then when a conductor is moved in a magnetic field, some EMF is induced in that conductor, which is called motional EMF, and its value is given by epsilon equal to BLV. B is the magnetic field, L length, and V the velocity. ഈ ഇൻഡക്ഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആപ്ലിക്കേഷനാണ് എഡി കറന്റ്. ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ബൾക്ക് മാറ്റർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എഡി കറന്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. മാഗ്നറ്റിക് ബ്രേക്ക് ഇൻ ട്രെയിൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്, ഇൻഡക്ഷൻ ഫർണസ്, ഇലക്ട്രിക് പവർ മീറ്റർ എന്നതൊക്കെ എഡി കറന്റിന്റെ യൂസ്ഫുൾ ആപ്ലിക്കേഷൻസ് ആണ്. എഡി കറന്റ് അൺഡിസൈറബിൾ ആകുന്ന ഒരു സാഹചര്യമാണ് ട്രാൻസ്ഫോമറിലുള്ളത്. ട്രാൻസ്ഫോമറിൽ എഡി കറന്റ് ഹീറ്റ് ഫോമിൽ എനർജി നഷ്ടപ്പെടുത്തുന്നുണ്ട്. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാമിനേറ്റഡ് കോറുകൾ ഉപയോഗിക്കുന്നുണ്ട്. സെൽഫ് ഇൻഡക്ടൻസ് എന്നൊരു കോൺസെപ്റ്റ് കൂടി ഇവിടെ അറിയണം. ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ, ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ത്രൂ ഇറ്റ്. സോ നമുക്ക് ഫൈ ഈക്വൽസ് എൽ ഇൻറ്റു ഐ എന്ന് എഴുതാം. ഈ എൽ എന്ന കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗിവൺ ബൈ ഇ ഈക്വൽസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസിന്റെ ഫോമുല നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ദാറ്റ് സെൽഫ് ഇൻഡക്ടൻസ് ഈസ് എൽ ഈക്വൽ ടു μ0 n സ്ക്വയർ AL. ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കോയിലിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസും ഡിറൈവ് ചെയ്യാൻ കഴിയും. സെൽഫ് ഇൻഡക്ടൻസിൽ നിന്നും മ്യൂച്വൽ ഇൻഡക്ടൻസിൽ നിന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. അടുത്ത ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇത് ഒരു AC വോൾട്ടേജിനെ നമുക്ക് ജനറലി V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. V ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആൻഡ് VM ഈസ് ദ amplitude or peak value of voltage, and omega is the angular frequency given by 2 pi nu. സാധാരണയായി ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ നമ്മൾ അതിന്റെ RMS വാല്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ VM എന്ന ആംപ്ലിറ്റ്യൂഡ് വാല്യൂവിനെ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് ഓർത്തുവയ്ക്കുക. സോ VRMS ഈസ് ഈക്വൽ ടു VM ബൈ √2. ഇനി AC ഒരു പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അതിൽ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലായിരിക്കും. ദാറ്റ് ഈസ് V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി ആണെങ്കിൽ I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി, വേർ IM ഈക്വൽ ടു VM ബൈ R. And the power dissipated during one cycle of AC in a resistor is given by P equal to half IM square R. ഇനി നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഒരു ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്ന വോൾട്ടേജ് ഒരു ഇൻഡക്ടറിലേക്ക് അപ്ലൈ ചെയ്താൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഇൻഡക്ടറിന് അക്രോസ് ആയി അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജും സെയിം ഫേസിൽ അല്ല എന്നാണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ലീഡ്സ് കറണ്ട് ബൈ ആൻ ആംഗിൾ π/2 എന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം അറിയേണ്ടത് ഈ IM എന്ന കറണ്ടിന്റെ വാല്യൂ ആണ്. ദിസ് IM ഈസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ L ഒമേഗ. ഈ L ഒമേഗ എന്ന ക്വാണ്ടിറ്റി റെസിസ്റ്റൻസിന് ഇക്വലന്റ് ആണ്. ആൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ഈക്വൽ ടു L ഒമേഗ. Then when AC is given to a capacitor, the current leads voltage by π/2. That is, in that case, if the voltage is V equal to VM sin omega t, in that case, the current I equal to IM sin omega t plus π/2, where IM equal to VM by XC. XC is called the capacitive reactance given by 1/2 pi nu C. And the average power consumed when AC is given to the resistor is given by half I square R, where I is the RMS value of the current
And in the case of a capacitor and an inductor, the average power consumed is 0. So that current is called wattless current. ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് AC അപ്ലൈഡ് ടു എ സീരീസ് LCR സർക്യൂട്ട്. ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിലേക്ക് നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു എന്ന് കരുതാം. റെസിസ്റ്ററിന് അക്രോസ് ആയി ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിനെ VR ഈക്വൽസ് I/R എന്നും ഇൻഡക്ടറിന് അക്രോസ് ആയ വോൾട്ടേജിനെ VL ഈക്വൽ ടു I/XL എന്നും കപ്പാസിറ്ററിന് അക്രോസ് ആയി ഡെവലപ്പ് ചെയ്ത വോൾട്ടേജിനെ VC ഈക്വൽ ടു I/XC എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ VRഉം Iയും ഒരേ ഫേസിലായിരിക്കും. VL കറണ്ടിനേക്കാളും π/2 ലീഡ് ചെയ്യുകയും VC കറണ്ടിനേക്കാളും π/2 ലാഗ് ചെയ്യുകയുമായിരിക്കും ചെയ്യുക. ഈ കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒരു ഫേസർ ഡയഗ്രം വരയ്ക്കുക. ആ ഡയഗ്രത്തിൽ കാണുന്ന റൈറ്റ് ട്രയാങ്കിളിലേക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ഇതിന്റെ ഇംപിഡൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇംപിഡൻസ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല Z ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഈ LCR സർക്യൂട്ടിലും കറണ്ടിനും വോൾട്ടേജിനും ഇടയിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഈ phi ഈസ് ദാറ്റ് ഫേസ് ഡിഫറൻസ്. വി ഹാവ് ദ ഇക്വേഷൻ tan phi equals XL minus XC divided by R. And at the resonance of LCR series circuit, XL equal to XC. Inductive reactance is equal to capacitive reactance. And that frequency is given by, resonant frequency is given by F equal to 1/2 pi root LC. And the resonance is used in the tuning of radio, then in metal detectors. ഈ സീരീസ് LCR സർക്യൂട്ടിലെ റെസണൻസിന് ഒത്തിരി സവിശേഷതകളുണ്ട്. അതില് ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്തുവയ്ക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതില് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആണ്. റെസണൻസ് ഫ്രീക്വൻസി ഈസ് F ഈക്വൽ ടു 1/2 pi root of LC. ഇംപിഡൻസ് ഈസ് എ മിനിമം ആൻഡ് സിൻസ് ഇംപിഡൻസ് ഈസ് മിനിമം ദ കറന്റ് ത്രൂ ഇറ്റ് ഈസ് മാക്സിമം. മിനിമം ഇംപിഡൻസ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് 1 ആയിരിക്കും. അപ്ലൈഡ് വോൾട്ടേജും റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. അതിന്റെ റീസൺ ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും അക്രോസ് ആയി വരുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ്സ് ഈക്വലും അതിന്റെ ഫേസ് ഓപ്പോസിറ്റുമാണ് എന്നതാണ്. അടുത്തതായി ട്രാൻസ്ഫോമേഴ്സ്. AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ട്രാൻസ്ഫോമർ. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇതിന്റെ ഡയഗ്രംസും അതിന്റെ ഡെറിവേഷൻസ്, അതായത് വോൾട്ടേജും കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്, ഇവയെ കണക്ട് ചെയ്യുന്ന ഡെറിവേഷൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. അതിലെ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷനായി നമുക്ക് വരുന്നത് VS/VP ഈക്വൽ ടു NS/NP, ദാറ്റ് ഈസ് ഈക്വൽ ടു IP/IS. ദാറ്റ് ഈസ് ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ. പവർ ലോസ് ഉണ്ടാക്കാത്ത ട്രാൻസ്ഫോമറിന്റെ കേസിലാണ് VP/IP ഈക്വൽ ടു VS/IS എന്ന് നമുക്ക് എഴുതാൻ കഴിയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസും കൂടെ ശ്രദ്ധിക്കുക. ഇനി നമുക്കുള്ളത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. 4 മുതൽ 6 വരെ മാർക്കിന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നത് നിങ്ങൾക്കറിയാം, ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും സ്യൂട്ടബിൾ കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷന് വാക്യൂത്തിലൂടെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന സ്പീഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയും. ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നിങ്ങൾ കണ്ടത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന കോൺസെപ്റ്റാണ്. ഇലക്ട്രിക് ഫ്ലെക്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. I ഈക്വൽ ടു ε0 dφ/dt എന്നാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഈ φ എന്നത് ഇലക്ട്രിക് ഫ്ലെക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലെക്സ് അല്ല എന്നതാണ്. നേച്ചർ ഓഫ് EM വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ദിശയിലായിരിക്കും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് Z ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എക്സും വൈയും ഡയറക്ഷനിലായിരിക്കണം. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് X ഡയറക്ഷനിലാണ് എന്ന് അസ്യൂം ചെയ്താൽ EX ഈക്വൽസ് E0 സൈൻ KZ മൈനസ് ωt എന്ന ഫോമിൽ ഇലക്ട്രിക് ഫീൽഡിനെയും BY ഈക്വൽസ് B0 സൈൻ KZ മൈനസ് ωt എന്ന ഫോമിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ K ഈക്വൽസ് 2π/λ ആണ്, ω ഈക്വൽസ് 2π/T യുമാണ്.
ഈ ഒമേഗയെ കെ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഒമേഗ ബൈ കെ എന്നത് ആ വേവിന്റെ വെലോസിറ്റിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി കിട്ടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷനാണ്, ഓർത്തുവയ്ക്കുക. C ഈക്വൽസ് 1/√μ0ε0. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. അതിലെ ഒന്നാമത്തെ വേവ് ലെങ്ത് ഏറ്റവും കൂടിയ റേ ആയി വരുന്നത് റേഡിയോ വേവ്സ് ആണ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, സെല്ലുലാർ ഫോൺസ് എക്സെട്ര. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് റേഡിയോ വേവ്സ് ഈസ് 500 kHz to 1000 MHz. Then the next component is microwaves. ഈ സ്പെക്ട്രത്തിൽ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ്സ് എന്നത് ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ് ആണ്. ഇതിന്റെ ഫ്രീക്വൻസി സാധാരണ ഗഗാ ഹെഡ്സ് എന്ന ഓർഡറിലാണ് വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില സ്പെഷ്യൽ വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചാണ്. മൈക്രോവേവ്സ് സാധാരണയായി നമ്മൾ റഡാറിലും മൈക്രോവേവ് ഓവൻസിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന ബോൾസിന്റെയും വെഹിക്കിൾസിന്റെയും ഒക്കെ സ്പീഡ് മെഷർ ചെയ്യുന്നതും മൈക്രോവേവ്സിനെ പ്രയോജനപ്പെടുത്തിയിട്ടാണ്. അടുത്ത സീരീസ് ഇൻഫ്രാറെഡ് സീരീസ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോട്ട് മോളിക്യൂൾസ് ആണ്. ഇതിനെ ഹീറ്റ് വേവ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഉപയോഗങ്ങൾ ഫിസിയോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന IR ലാംപ്സിനകത്ത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ഹൌസ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ റിമോട്ട് സ്വിച്ചസ്. ഇനി നമ്മൾ കാണുന്നത് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആണ്. 400 നാനോമീറ്റർ ടു 0.6 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് ആണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്. സൺ ആണ് ഇതിന്റെ മേജർ സോഴ്സ്. നമ്മൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില സ്പെഷ്യൽ ലാംപ്സ് ഉപയോഗിച്ചിട്ടാണ്. വളരെ നാരോ ബീമായി ഇതിനെ ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട് ലാസിക് ഐ സർജറിയിൽ നമ്മൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഓർഡിനറി ഗ്ലാസിന് അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓസോൺ ലെയറിന് അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് വളരെ സേഫായി എർത്തിൽ ജീവിക്കാൻ കഴിയുന്നത്. അടുത്തതായി എക്സ്റേസ് ആണ്. അത് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ വേവ് ലെങ്ത് 10 നാനോമീറ്റർ ടു 10⁻⁻⁴ നാനോമീറ്റർ ആണ്. ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. സ്പെക്ട്രത്തില് ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് ഗാമ റേഡിയേഷൻസ് ആണ്. 10⁻⁻10 മീറ്റർ ടു 10⁻⁻14 മീറ്റർ എന്ന വളരെ ചെറിയ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് ആണിത്. ന്യൂക്ലിയർ റിയാക്ടറിലും റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസുമാണ് ഇതിന്റെ മേജർ സോഴ്സസ്. ഇനി നമുക്ക് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് പോകാം. ഒരു 7 മുതൽ 11 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്ററാണ് റേ ഓപ്റ്റിക്സ്. വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്ററാണിത്. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ കാണുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ് ആണ്. സ്പെറിക്കൽ മിറേഴ്സ് നിങ്ങൾക്കറിയാം, 2 തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട്, കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഈ 2 മിററിനും ആപ്ലിക്കബിൾ ആയ ചില ഇക്വേഷൻസ് നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തേത് F=R/2 എന്നതാണ്. ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആയിരിക്കും. പിന്നെ നിങ്ങൾ മിറർ ഇക്വേഷൻ കണ്ടു, 1/F = 1/V + 1/U. ഒരു മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നിഫിക്കേഷൻ എന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്ട് എന്ന റേഷ്യോ ആണ്. ഒരു മിററിന്റെ കേസിൽ മാഗ്നിഫിക്കേഷനെ നമുക്ക് M = -V/U എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ സൈൻ കൺവെൻഷൻസ് ആണ്. നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റൈറ്റിലേക്കുള്ളതും മുകളിലേക്കുള്ളതുമായ ഡിസ്റ്റൻസിനെ നിങ്ങൾക്ക് പോസിറ്റീവ് എന്നും, പോളിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ളതും പോളിൽ നിന്നും താഴേക്കുള്ളതുമായ ഡിസ്റ്റൻസിനെ നെഗറ്റീവ് എന്നും റെപ്രസെന്റ് ചെയ്യാം. അടുത്തതായി റിഫ്രാക്ഷൻ. റിഫ്രാക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ദാറ്റ് ഈസ് for a pair of media and for a given color of light, sin I by sin R is a constant called refractive index of the second medium with respect to the first one. That is sin I by sin R equal to N2 by N1. Then if the first medium is taken as air or vacuum, then the absolute refractive index of the second medium N is given by sin I by sin R. I is the angle of incidence and R is the angle of refraction. Then total internal reflection. When the ray travels from a denser medium to a rarer medium and it exceeds the
critical angle, the angle of incidence is greater than critical angle, the ray gets reflected to the same medium obeying laws of reflection. That is called total internal reflection. The condition for total internal reflection, the ray must travel from denser to rarer and the angle of incidence must be greater than critical angle. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ചിലത് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അത് നോക്കുക. അതുപോലെ അതിനെ ബേസ് ചെയ്തുള്ള സിമ്പിൾ പ്രോബ്ലംസും കൂടെ നോക്കി വെക്കുക. അടുത്തതായി നമ്മൾ കാണുന്നത് റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ് ആണ്. സ്പെറിക്കൽ സർഫസിലെ റിഫ്രാക്ഷൻ നമുക്ക് N2/V മൈനസ് N1/U ഈക്വൽസ് N2 മൈനസ് N1/R എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഫോം ചെയ്യിക്കാവുന്ന മറ്റൊരു ഇക്വേഷനാണ് 1/F ഈക്വൽസ് N2/N1 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നത്. ഇതില് N2 എന്നത് റിഫ്രാക്റ്റീവ് സർഫസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N1 എന്നത് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമാണ്. ഒരു ഗ്ലാസ് ലെൻസ് എയർ എന്ന മീഡിയത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ 1/F ഈക്വൽസ് N-1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് മാറും. ഇതിനെയാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ലെൻസ് മേക്കേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് കിട്ടുന്ന മറ്റൊരു റിസൾട്ടാണ് 1/F ഈക്വൽസ് 1/V മൈനസ് 1/U എന്നത്. മിറർ ഇക്വേഷനുമായി ഒരു കൺഫ്യൂഷൻ വരരുത്. ഇവിടെ 1/F ഈക്വൽ ടു 1/V മൈനസ് 1/U എന്നാണ്. ലെൻസിന്റെ കേസിലും നമുക്ക് മാഗ്നിഫിക്കേഷനെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ M ഈക്വൽ ടു V/U എന്നായിരിക്കും, മൈനസ് V/U എന്നല്ല എന്ന കാര്യം ഓർക്കണം. ഒരു ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺവേർജൻസിനെയോ ഡൈവേർജൻസിന്റെയോ മെഷർ അതിന്റെ പവർ ആയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. പവർ ഓഫ് എ ലെൻസ് ഈസ് ഗിവൺ ബൈ the reciprocal of its focal length. Remember, the focal length must be expressed in meters. ഒരു ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ എന്നാണ്. അടുത്തതായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അതിന്റെ റേ ഡയഗ്രാം വരച്ചു പഠിക്കുക, ഡെറിവേഷൻ പഠിക്കുക. ഫൈനൽ ഇക്വേഷൻ, the absolute refractive index of the material of the prism is given by the equation n equal to sin a plus d by 2 by sin a by 2, where a is the angle of prism and d is the angle of minimum deviation. Then the next topic, optical instruments. First case, simple microscope. റേ ഡയഗ്രാം പഠിച്ചു വെക്കുക. അതായത് ഒരു ഓബ്ജക്റ്റ് ലെൻസിന്റെ ഫോക്കസിനകത്ത്, ഫോക്കസിനും ഓപ്റ്റിക് സെന്ററിനും അകത്തായി ഒരു ഓബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതേ സൈഡിൽ തന്നെ എറക്റ്റ്, വെർച്വൽ, ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ലെൻസ് ഫോം ചെയ്യും. ഇതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ. അതിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഡി മീൻസ് least distance of distinct vision, that is 25 centimeter, then the magnification is given by M equal to 1 plus D by F, and if the image is formed at infinity, the magnification is given by D by F. ഈ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഒരു പരിമിതി ഇതിന്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് വളരെയധികം ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലേക്ക് പോകും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പില് രണ്ട് ലെൻസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓബ്ജക്റ്റിനടുത്തുള്ള ലെൻസിനെ ഒബ്ജക്റ്റീവ് എന്നും രണ്ടാമത്തെ ലെൻസിനെ ഐ ലെൻസ്, രണ്ടാമത്തെ ലെൻസിനെ ഐ പീസ് എന്നും പറയും. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ഐ ലെൻസിന്റെ ഓബ്ജക്റ്റായി ബിഹേവ് ചെയ്യുകയും ഐ പീസ് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിന്റെ റേ ഡയഗ്രാം വളരെ നന്നായി വരച്ചു പഠിക്കുക. മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് magnification produced due to the objective and the eyepiece, and magnification is given by M equals LD by FO into FE. നെക്സ്റ്റ് ടോപ്പിക് ടെലസ്കോപ്പ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ കേസാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുള്ളതുപോലെ തന്നെ ഇതിലും രണ്ട് ലെൻസുകളുണ്ട്. ഒബ്ജക്റ്റിന് നേരെ ഇരിക്കുന്ന ലെൻസ് ഒബ്ജക്റ്റീവ് ആണ്. ഏത് ലെൻസിൽ കൂടാണോ നമ്മൾ വ്യൂ ചെയ്യുന്നത് ആ ലെൻസിനെ നമ്മൾ ഐ പീസ് എന്നും വിളിക്കും. ഇവിടെ ഒബ്ജക്റ്റീവ് ലാർജ് അപ്പർച്ചർ ആണ്, ഐ പീസ് ആണ് സ്മാൾ അപ്പർച്ചർ ആയിട്ട് വരുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ്, അതായത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റീവ് നിന്ന് വരുന്ന റേസിനെ ഒബ്ജക്റ്റീവ് ലെൻസ് അതിന്റെ ഫോക്കസിലേക്ക് ഇമേജ് ഫോം ചെയ്യിപ്പിക്കും. ഈ ഇമേജ് രണ്ടാമത്തെ ലെൻസായ ഐ പീസിന്റെ ഓബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും അത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിനെ പോലെ പ്രവർത്തിച്ച് ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കുകയും ചെയ്യും. റേ ഡയഗ്രാം ടെക്സ്റ്റ് നോക്കി വരച്ചു പഠിക്കുക.
Magnification in this case is given by m equal to FO by FE, where FO focal length of objective and FE the focal length of eyepiece. And the separation between the lenses, that is the length of telescope, it is given by L equal to FO plus FE. ഇത്രയും കാര്യങ്ങളാണ് റേ ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നും ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ അടുത്ത ചാപ്റ്റർ വേവ് ഓപ്റ്റിക്സ് ആണ്. വേവ് ഓപ്റ്റിക്സിൽ ആദ്യം പറയുന്ന പോയിന്റ് ഹൈഗൻസ് തിയറി ആണ്. അത് നന്നായി പഠിച്ചു വെക്കുക. അതായത് എവരി പോയിന്റ് ഓൺ എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഡിസ്റ്റർബൻസ് ഫ്രം വിച്ച് ലൈറ്റ് വേവ്സ് ആർ ഒറിജിനേറ്റിംഗ് ആൻഡ് ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ an all-pervading hypothetical medium called either. ഈ വേവ് ഓപ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തിയറി ഹൈജൻസ് തിയറിയാണ്. ഹൈജൻസ് തിയറി എന്നത് ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വേവ് ഫ്രണ്ട് എങ്ങനെയാണ് അഡ്വാൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആയി ബിഹേവ് ചെയ്യും. അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന സ്പെറിക്കൽ വേവ് ഫ്രണ്ടിന്റെ സർഫസ് ടാൻജന്റ് ആയിരിക്കും പുതിയ വേവ് ഫ്രണ്ട് എന്ന കോൺസെപ്റ്റാണ് ഹൈജൻസ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഉള്ള ലൈറ്റിന്റെ പ്രോപ്പർട്ടിയാണ് ഇന്റർഫറൻസ്. അതായത് വേവ് തിയറി ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് അറിയണം. അതായത് ഇഫ് എ നമ്പർ ഓഫ് വേവ്സ് ആർ ഓവർലാപ്പിംഗ് അറ്റ് എ പോയിന്റ് ദെൻ ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ദ വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഓഫ് ഈച്ച് വേവ്. ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സസിന് കൊഹീറന്റ് സോഴ്സസ് എന്നാണ് പറയാറ്. രണ്ട് സോഴ്സസ് കൊഹീറന്റ് ആകണമെന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. ലൈറ്റ് വേവ്സ് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവാം. ദാറ്റ് ഫേസ് ഡിഫറൻസ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ കൊഹീറന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലൈറ്റ് വേവ്സിന്റെയും ആംപ്ലിറ്റ്യൂഡ്സ് സെയിം ആണെങ്കിൽ വളരെ നന്നായ ഇന്റർഫറൻസ് ബാൻഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. ഇന്റർഫറൻസ് ബാൻഡ്സിൽ ഡാർക്ക് ബാൻഡ്സും ഉണ്ടാവും, ബ്രൈറ്റ് ബാൻഡ്സും ഉണ്ടാവും. ഈ ബ്രൈറ്റ് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും ഡാർക്ക് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും പറയും. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ path difference is equal to L lambda where n equal to 0, 1, 2, 3 etc. എന്നതും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് is equal to 2n minus 1 into lambda by 2 where n equal to 1, 2, 3 etc. എന്നതുമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റൽ സെറ്റപ്പിന്റെ ഡയഗ്രാം വരച്ചു പഠിക്കുക, എക്സ്പെരിമെന്റ് പഠിക്കുക. യൂസിംഗ് ദ experimental setup you can derive the equation the bandwidth beta equal to lambda d by d. Capital D is the distance between the double slit and the screen and small d is the separation between the double slits and lambda is the wavelength of light used in the experiment. ഈ വേവ് ഓപ്റ്റിക്സിൽ ഇനി നമ്മൾ കാണുന്നത് ഡിഫ്രാക്ഷൻ എന്ന പ്രോപ്പർട്ടിയാണ്. ലൈറ്റിന്റെ വേവ് ലെങ്തുമായി കമ്പയറബിൾ ആയ ഒപ്പേക്ക് ഓബ്ജക്ട്സിന് ചുറ്റും ലൈറ്റിന് ബെൻഡ് ചെയ്യാൻ കഴിയും എന്നതാണ് ഈ പ്രോപ്പർട്ടി. ഇവിടെയും നമുക്ക് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ പാത്ത് ഡിഫറൻസ് എ തീറ്റ ഈക്വൽസ് n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ നമുക്ക് മാക്സിമം ഇന്റൻസിറ്റിയും ഇഫ് പാത്ത് ഡിഫറൻസ് എ തീറ്റ ഈക്വൽ ടു എൽ ലാംഡ മിനിമം ഇന്റൻസിറ്റിയും കിട്ടും. ഇന്റർഫറൻസിന്റെ കണ്ടീഷൻസുമായിട്ട് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഇന്റർഫറൻസ് ബാൻഡ്സും ഡിഫ്രാക്ഷൻ ബാൻഡ്സും തമ്മിലും ഡിഫറൻസ് ഉണ്ട്. ഇന്റർഫറൻസിൽ എല്ലാ ബാൻഡ്സിനും ഒരേ ഇന്റൻസിറ്റിയാണ്, പക്ഷേ ഡിഫ്രാക്ഷൻ ബാൻഡ്സിന്റെ ഇന്റൻസിറ്റി വേരി ചെയ്യും. ഇതുപോലെ തന്നെയാണ് വിഡ്ത്തും. ഇന്റർഫറൻസ് ബാൻഡ്സിന് സെയിം വിഡ്ത്താണ്, ഡിഫ്രാക്ഷൻ ബാൻഡിന്റെ വിഡ്ത്ത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. സെൻട്രൽ ബ്രൈറ്റിന് മറ്റ് ബ്രൈറ്റിന്റെ ട്വൈസ് വിഡ്ത്തും ഉണ്ടായിരിക്കും. അടുത്ത വേവ് തിയറിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി പോളറൈസേഷൻ ആണ്. ലൈറ്റിന് ട്രാൻസ്വേഴ്സ് നേച്ചർ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് പോളറൈസേഷൻ. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാലസ് ലോ ആണ്. ദാറ്റ് ഈസ് intensity of polarized light from the analyzer is directly proportional to square of cosine of angle between the polarizer and analyzer. That is I equal to I0 cos square theta. പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. ഒരു സർഫസിൽ നിന്നും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. നിങ്ങൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി ചേഞ്ച് ചെയ്താൽ
ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ വിൽ ബിക്കം കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ്. അപ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ പറയുന്ന പേര് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്നാണ്. ഈ ആംഗിൾ ഓഫ് പോളറൈസേഷന്റെ ടാൻജന്റ് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും എന്നതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ഈ പെർട്ടിക്കുലർ പൊസിഷനിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേയും റിഫ്രാക്റ്റഡ് ലൈറ്റ് റേയും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർക്കണം. പോളറൈസേഷനെ ബേസ് ചെയ്തുകൊണ്ട് ബ്രൂസ്റ്റേഴ്സ് ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസും കൂടെ നോക്കി വെക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ ബൈ ഐൻസ്റ്റീൻ. ദാറ്റ് ഈസ് Einstein explained photoelectric effect. Photoelectric effect, that is, it is the instantaneous ejection of electrons from a metal surface when it is irradiated with light or ultraviolet radiations. Then Einstein explained photoelectric effect on the basis of quantum theory. That equation is very important. H nu is equal to h nu 0 plus half m V max square. The energy of the incident radiation is used to give the work function and the remaining energy is used to give kinetic energy for the electrons. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറെ ഗ്രാഫുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി വെക്കുക. അതായത് ഇന്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇന്റൻസിറ്റി കൂടുന്ന അനുസരിച്ച്, റേഡിയേഷന്റെ ഇന്റൻസിറ്റി കൂടുന്ന അനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ threshold frequency, there is a term threshold frequency. To start photoelectric emission, the incident radiation must have a minimum frequency called threshold frequency, below which there is no photoelectric emission. Then as the frequency of radiation increases, the kinetic energy of photoelectrons increases. Then the stopping potential is directly connected with the frequency. Because frequency increases, kinetic energy increases. So kinetic energy and stopping potential are connected by the equation EV0 equal to half m V max square. Next chapter, atoms. ഇതിലെ റുദർഫോർഡ് ആറ്റം മോഡൽ ആണ് ആദ്യം പറയുന്നത്. റുദർഫോർഡ് ആറ്റം മോഡലിന്റെ ഇമ്പോർട്ടൻസ്, ന്യൂക്ലിയസിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്ത എക്സ്പെരിമെന്റ് ആണ് റുദർഫോർഡ് ആറ്റം മോഡൽ. പക്ഷെ അതിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അതിലെ ഇലക്ട്രോൺസ് റേഡിയേറ്റിംഗ് ഓർബിറ്റ്സിലാണ് പോകുന്നതെന്നാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അത് റേഡിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എനർജി നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിലേക്ക് തന്നെ വന്ന് വീഴും. സോ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇമ്പാക്ട് പാരാമീറ്ററും സ്കാറ്ററിംഗ് ആംഗിളും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ നോക്കി ഇമ്പാക്ട് പാരാമീറ്റർ, സ്കാറ്ററിംഗ് ആംഗിൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡയഗ്രാം തന്നിട്ട് എഴുതാനായിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്നിരിക്കും. അതുപോലെ ഇമ്പാക്ട് പാരാമീറ്റർ കൂടുന്ന അനുസരിച്ച് സ്കാറ്ററിംഗ് ആംഗിൾ കുറയും. നെക്സ്റ്റ് എനർജി ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആ കാൽക്കുലേഷൻസ് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ അറ്റോമിക് സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ, അതായത് ഡിഫറെന്റ് സീരീസ്, ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട്. അതിലെ ബാമേഴ്സ് എംപിരിക്കൽ ഫോർമുല 1/λ ഈക്വൽ ടു R into 1/2 square minus 1/n square. 2 is taken, Balmer occurs to the second level. Then other സീരീസിന്റെ കേസിലും ആ ഇക്വേഷൻ നോക്കി വെക്കുക. അതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. Then next, ബോർ തിയറി ഓഫ് ആറ്റം. അതിലെ പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചു വെക്കുക. ബോർ തിയറി യൂസ് ചെയ്തുകൊണ്ട് ആറ്റത്തിന്റെ റേഡിയസ്, എനർജി ഇവ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഓർത്തുവെക്കുക. അതിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ ഷെൽ ഈസ് ഗിവൺ ബൈ -13.6/n square ഇലക്ട്രോൺ വോൾട്ട്. n ഈസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഷെല്ലിന്റെയും എനർജി കണ്ടുപിടിച്ചുകൊണ്ട് അതിന്റെ എനർജി ലെവൽ ഡയഗ്രാം വരച്ച് അതിൽ നിന്നും ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ആ ഡയഗ്രാം നോക്കി വെക്കുക. ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഇവയെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഡയഗ്രാം നോക്കി വെക്കുക. ഇനി ബോർ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാമേഴ്സ് എംപിരിക്കൽ ഫോർമുല ശരിയാണെന്ന്, അതായത് റെഡ്ബർഗ് ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. ആ ഡെറിവേഷൻ നോക്കി വെക്കുക. അതുപോലെ ബോർ തിയറിയുടെ ഡ്രാബാക്സ്, ബോർ തിയറിക്ക് ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സീമൻ ഇഫക്ട്, അങ്ങനെ സ്റ്റാർക്ക് ഇഫക്ട്, ഇങ്ങനെ വരുന്ന മറ്റു ഫിനോമിനൻസ് ഒന്നും ഇതുപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ലൈമാൻ സീരീസിലെ തന്നെ ഡിഫറന്റ് ലൈൻസിനുണ്ടാകുന്ന ഇന്റൻസിറ്റി വേരിയേഷൻ, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഡിഫറന്റ് ലൈൻസിനുണ്ടാകുന്ന ഇന്റൻസിറ്റി വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും ബോർ തിയറിക്ക് കഴിയുന്നില്ല. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാൽ ന്യൂക്ലിയസ് ആണ് അടുത്ത ചാപ്റ്റർ.
5 or 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ന്യൂക്ലിയസിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത് സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ആണ്. സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് പറയുന്നത് R = R0 a⁻⁴ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഓർക്കണം, A എന്നത് ന്യൂക്ലിയസിന്റെ മാസ് നമ്പറാണ്. അടുത്തത് ഐൻസ്റ്റീന്റെ മാസ് എനർജി റിലേഷൻ ആണ്. E = mc². m mass is lost, mc² energy is produced, where c is the velocity of light given by 3 × 10⁸ meter/second. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂക്ലിയസിന്റെ ബൈൻഡിംഗ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ന്യൂക്ലിയസിലെ എല്ലാ ന്യൂക്ലിയോൺസിനെയും കൂടി ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജിയാണ് അതിന്റെ ബൈൻഡിംഗ് എനർജി എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയസിന്റെ മാസും അതിനകത്തെ ന്യൂക്ലിയോൺസിന്റെ മാസുകളുടെ സമ്മും തമ്മിൽ എപ്പോഴും ഒരു ഡിഫറൻസ് കാണാം. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഐൻസ്റ്റീന്റെ കോൺസെപ്റ്റിൽ ഈ മാസിൽ ഈ കുറവ് വന്നത് അത് എനർജിയായി കൺവേർട്ട് ചെയ്തതുകൊണ്ടാണ്. ഈ എനർജിയാണ് ആ ന്യൂക്ലിയസിന്റെ ബൈൻഡിംഗ് എനർജിയായി മാറിയിരിക്കുന്നത്. അപ്പോൾ ബൈൻഡിംഗ് എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയോൺസിന്റെ മാസുകൾ ആഡ് ചെയ്യുക, അതിൽ നിന്നും ന്യൂക്ലിയസിന് എത്ര മാസ് ഉണ്ടോ അത് മൈനസ് ചെയ്യുക. ആ ഡിഫറൻസിനെ c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈൻഡിംഗ് എനർജി ജൂളിൽ കിട്ടും. ബൈൻഡിംഗ് എനർജി കർവാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മാസ് നമ്പർ എക്സ് ആക്സിസിലും ബൈൻഡിംഗ് എനർജി പെർ ന്യൂക്ലിയോൺ, അതായത് ബൈൻഡിംഗ് എനർജി ബൈ മാസ് നമ്പർ, അത് y ആക്സിസിലും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ്. ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഗ്രാഫിനകത്ത് ബൈൻഡിംഗ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതൽ വരുന്ന എലമെന്റ്സ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് ആയിട്ട് പറയുന്നത്. അത് 30 മുതൽ അറ്റോമിക് നമ്പർ 30 മുതൽ 170 വരെ വരുന്ന എലമെന്റ്സിനാണ് ബൈൻഡിംഗ് എനർജി പെർ ന്യൂക്ലിയോൺ ഹൈ വാല്യൂ തരുന്നത്. അതിൽ തന്നെ മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അയൺ ആണ് വിത്ത് മാസ് നമ്പർ 56. 30 താഴെയുള്ള അറ്റോമിക് നമ്പർ 30 താഴെ വരുന്ന എലമെന്റ്സും 170 മേളി വരുന്ന എലമെന്റ്സും പ്രാക്ടിക്കലി അൺസ്റ്റേബിൾ ആണ്. അവയിൽ 30 താഴെ വരുന്ന എലമെന്റ്സ് ആണ് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത്. അതേസമയം 170 മേളിൽ വരുന്ന എലമെന്റ്സ് ന്യൂക്ലിയർ ഫിഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു ന്യൂക്ലിയസിലെ എല്ലാ ന്യൂക്ലിയോൺസിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു സ്ട്രോങ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയ ഫോഴ്സ് ആണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ന്യൂക്ലിയർ ഫോഴ്സ് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. വളരെ ഷോർട്ട് റേഞ്ചിൽ മാത്രം ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ്. റേഡിയോ ആക്ടിവിറ്റി. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി അതിൽ നിന്നും റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു എലമെന്റിന്റെ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള എമിഷനാണ് ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ നൽകുന്നത്: ആൽഫ ഡീകെ, ബീറ്റ ഡീകെ ആൻഡ് ഗാമ ഡീകെ. Law of radioactive decay, that is, rate of decay is directly proportional to the number of atoms present at that time. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് n = n0 e⁻⁻ എന്നുള്ള ഡെറിവേഷൻ നോക്കി വെക്കുക. ദെൻ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അതിന്റെ ഇനിഷ്യൽ നമ്പർ ഓഫ് ആറ്റത്തിന്റെ പകുതിയാകാൻ എടുക്കുന്ന സമയത്തിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹാഫ് ലൈഫും ഡീകെ കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ, ഇത് T⁻ = 0.693/λ. അതുപോലെ മീൻ ലൈഫ് ടൈം ടോ, അതിന്റെ ഡെറിവേഷൻ ടോ = 1/λ ഡെറിവേഷൻ. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ആൽഫ ഡീകെ നടക്കുമ്പോൾ ഒരു ന്യൂക്ലിയസിന് അതിന്റെ അറ്റോമിക് നമ്പർ 2 കുറയുന്നു, മാസ് നമ്പർ 4 കുറയുന്നു. ബീറ്റ എമിഷൻ 2 തരത്തിലുണ്ട്. ബീറ്റ മൈനസ് എമിഷനും ഉണ്ട്, ബീറ്റ പ്ലസ് എമിഷനും ഉണ്ട്. ബീറ്റ മൈനസ് എമിഷൻ നടക്കുന്ന സമയത്ത് ന്യൂക്ലിയസിലുള്ള ഒരു ന്യൂട്രോൺ ആണ് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഒരു ആന്റി ന്യൂട്രിനോയുമായി മാറുന്നത്. ആ പ്രോട്ടോൺ ന്യൂക്ലിയസിനുള്ളിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ആ കേസിൽ അറ്റോമിക് നമ്പർ 1 കൂടുകയും മാസ് നമ്പർ വ്യത്യാസമില്ലാതെ നിൽക്കുകയും ചെയ്യും. എന്നാൽ ബീറ്റ പ്ലസ് എമിഷനിൽ നടക്കുന്നത് ഒരു പ്രോട്ടോൺ ചേഞ്ച് ചെയ്ത് ഒരു ന്യൂട്രോണും ഒരു പോസിട്രോണും ഒരു ന്യൂട്രിനോയുമായി മാറുകയാണ് ചെയ്യുന്നത്. ആ കേസിൽ ഒരു പ്രോട്ടോൺ ന്യൂക്ലിയസിന് നഷ്ടപ്പെടുന്നതുകൊണ്ട് അറ്റോമിക് നമ്പർ 1 കുറയുന്നു, മാസ് നമ്പർ വ്യത്യാസമില്ലാതെ നിൽക്കുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, അത് ശ്രദ്ധിക്കുക. പിന്നെ ഗാമ എമിഷൻ നടക്കുന്നത് ന്യൂക്ലിയസ് എക്സൈറ്റഡ് ലെവലിൽ നിൽക്കുന്ന ന്യൂക്ലിയസ് ഗ്രൗണ്ട് ലെവലിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതിൽ നിൽക്കുന്ന എക്സസ് എനർജി ഗാമ റേഡിയേഷൻ ഫോമിൽ എമിറ്റ് ചെയ്യുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്, മെറ്റീരിയൽസ്, ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട്സ് എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ഒരു സെമി കണ്ടക്ടർ അതിന്റെ ഏറ്റവും പ്യുവർ ഫോമിലാണ് അതിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുക. ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ 2 തരത്തിലുള്ള ചാർജ് കാരിയേഴ്സ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും. ഇതിന്റെ രണ്ടിന്റെയും നമ്പർ ഈക്വൽ ആയിരിക്കും. ഇതിനെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറായി മാറ്റുന്നത് നമ്മൾ ഡോപ്പിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ്. വളരെ ചെറിയ എമൗണ്ടിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടറോ എൻ ടൈപ്പ് സെമി കണ്ടക്ടറോ ആക്കി മാറ്റാൻ പറ്റും. ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിന്റെ ഒരു പാർട്ട് എൻ ടൈപ്പ് ആയും മറ്റൊരു പാർട്ട് പി ടൈപ്പ് ആയും മാറ്റിയാൽ അതിന് നമ്മളൊരു ക്രിസ്റ്റൽ ഡയോഡ് അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ എന്ന് പറയും. ഈ പി എൻ ജംഗ്ഷനെ നമുക്ക് 2 തരത്തിൽ ബയാസ് ചെയ്യാൻ പറ്റും, ഫോർവേഡ് ബയാസിംഗും റിവേഴ്സ് ബയാസിംഗും. ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ അതിലൂടെ ഒരു ലാർജ് കറണ്ടും റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ വളരെ ചെറിയ കറണ്ടും ഫ്ലോ ചെയ്യും എന്നതാണ് ഒരു പി എൻ ജംഗ്ഷന്റെ സ്വിച്ചിങ് ആക്ഷൻ. ഈ സ്വിച്ചിങ് ആക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പി എൻ ജംഗ്ഷനെ നമ്മളൊരു റെക്ടിഫയറായി യൂസ് ചെയ്യുന്നത്. നമ്മൾ 2 തരത്തിലുള്ള റെക്ടിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. ഇതിൽ രണ്ടിലും നമ്മൾ സെമി കണ്ടക്ടർ ഡയോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കണക്ഷൻ ഡയഗ്രമും വർക്കിംഗും വളരെ നന്നായി പഠിച്ചു വയ്ക്കുക. അടുത്തായിട്ട് സ്പെഷ്യൽ പർപ്പസ് പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ആണ്. അതിൽ ആദ്യം വരുന്നത് സെനർ ഡയോഡാണ്. സെനർ ഡയോഡിന്റെ പ്രത്യേകത റിവേഴ്സ് ബയാസിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഡയോഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ. അതിന്റെ കണക്ഷൻ ഡയഗ്രവും അത് ബേസ് ചെയ്തുള്ള സിമ്പിൾ പ്രോബ്ലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞ് ഫോട്ടോ ഡയോഡാണ്. ഫോട്ടോ ഡയോഡ് നമ്മൾ ബർഗ്ലർ അലാമിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതും റിവേഴ്സ് ബയാസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ മാത്രം ഹൈ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോളാർ സെൽ ഒരു സെൽഫ് ജനറേറ്റിംഗ് സെല്ലാണ്. അതിന്റെ കൺസ്ട്രക്ഷനും വർക്കിംഗിന്റെയൊക്കെ കേസ് കാര്യങ്ങൾ ടെക്സ്റ്റിൽ നന്നായി പറയുന്നുണ്ട്. അത് വായിച്ചു വെക്കുക. എൽഇഡിയുടെ യൂസസ്, അഡ്വാൻറ്റേജസ് ഓഫ് എൽഇഡി, ഇതൊക്കെ നോക്കി വെക്കുക. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന പാർട്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് എന്നത് ഒന്നിലധികം ഇൻപുട്സും ഒരു ഔട്ട്പുട്ടും മാത്രമുള്ള സർക്യൂട്ട്സ് ആണ്. ഈ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ ഒരു ലോജിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. 3 ഗേറ്റ്സിനെയാണ് നമ്മൾ ബേസിക് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അത് നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് എന്നിവയാണ്. ഇവയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോസിബിലിറ്റീസിനെ നമ്മൾ ട്രൂത്ത് ടേബിൾ എന്നും പറയും. നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത അതിന്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1ഉം ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0യും ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഓർ ഗേറ്റിന് 2ഓ അതിലധികമോ ഇൻപുട്സ് ആവാം. ഈ ഇൻപുട്സിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ഹൈ ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ഹൈ ആയി മാറും. ലോജിക്കൽ അഡീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർ ഗേറ്റ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള മറ്റൊരു ബേസിക് ലോജിക് ഗേറ്റ് ആണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിനും 2ഓ അതിലധികമോ ഇൻപുട്സ് ആവാം. ഈ എല്ലാ ഇൻപുട്സും ഹൈ ആകുമ്പോൾ മാത്രമായിരിക്കും ഒരു ആൻഡ് ഗേറ്റ് ഹൈ ഔട്ട്പുട്ട് തരുന്നത്. ഈ ബേസിക് ലോജിക് ഗേറ്റ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്യാനും പറ്റും. കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗേറ്റ്സ് നാൻഡ് ഗേറ്റ് എന്നും നോർ ഗേറ്റ് എന്നുമാണ് അറിയുന്നത്. ഈ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ടും നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ടും ബേസിക് ലോജിക് ഫംഗ്ഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗേറ്റ്സിനെ നമ്മൾ യൂണിവേഴ്സൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ ലോജിക് സർക്യൂട്ട് എന്നും പറയാറുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ചാപ്റ്ററിലൂടെയും വളരെ പെട്ടെന്ന് ഒന്ന് കടന്നുപോയി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ്. ഈ എല്ലാ ഭാഗങ്ങളും വളരെ നന്നായി പഠിക്കുക. വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആത്മവിശ്വാസത്തോടുകൂടി എക്സാം എഴുതുക. എല്ലാവർക്കും വളരെ നല്ല വിജയം ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കേട്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.